നാലാളെ കണ്ട വായിൽ വിടൽസ് മാത്രം വരുന്ന വാസുവിന്റെ സൽസകഥ ഒരു 4000 ആൾക്കാരറിഞ്ഞു. ആ അറിഞ്ഞവരുടെ കൂട്ടത്തില് വാസുവിന്റെ മകള് തങ്കമണിയെ കെട്ടാനിരുന്ന ചെക്കന്റെ വീട്ടുകാരുണ്ടായിരുന്നു. അതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ തങ്കമണി വീണ്ടും തുറന്നു ആഭരണപ്പെട്ടി. അനങ്ങിന്നേ ഞാൻ കണ്ട അനങ്ങിയൊന്നുമില്ല. ഇത് കള്ളക്കളിയാ. അന്റെ ബാപ്പാനെ പോലെ നീ കള്ളക്കളിയാ. സുഗുണേട്ടാ, നീ ഇവിടെ കളിച്ചോണ്ടിരിക്കുക. എന്റെ യൂണിഫോം അടിച്ച എന്താ സുഗുണേട്ടാ നിങ്ങൾ ഇങ്ങനെ മയമില്ലാതെ സംസാരിക്കുന്നത്? എന്തേ നിങ്ങൾ അടിക്കാൻ തുണി എന്നിട്ട് 1 മാസമില്ലായിരുന്നു. ഞങ്ങൾ ഈ ടൈലർമാർക്ക് തുണി പീസ് 1 മാസമെങ്കിലും കടയിൽ ഇങ്ങനെ ഇരുന്ന് കാണണം. എന്നാലേ അടിക്കാൻ ഇൻട്രസ്റ്റ് വരൂ. ഒന്ന് പൊട്ടിച്ചിട്ട് ഷർട്ട് അടിപ്പിക്കാൻ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല. നാളെ എന്റെ പെങ്ങളെ കല്യാണ നിശ്ചയമായിപ്പോയി. സ്വാതന്ത്ര്യ ദിനത്തിനന്ന് പരേഡിനിടേണ്ട യൂണിഫോമാ. അന്ന് രാവിലെ ഞാൻ വരും. അപ്പൊ നീ ഇതുപോലെ ടൈലർമാരെ സ്വഭാവം കാണിച്ചോണ്ടല്ലോ ഞാൻ തനി പോലീസുകാർ സ്വഭാവം കാണിക്കും. സ്വാതന്ത്ര്യം 23 അല്ലേ? അപ്പോഴേക്കും റെഡിയാക്കാം. 23 ഇടാ 15-ാം തീയതി. ഇക്കൊല്ലം നേരത്തെയാ. വാസു കേട്ടാ 2 വിഡൽസ് എടുക്കണ്ടോ? പിന്നെ വൈകുന്നേരം കുപ്പി എടുക്കില്ല. പിന്നെ എപ്പോ എടുത്ത് ചോദിച്ചാ വൈകുന്നേരം കാണട്ടോ. ചേട്ടാ, ഈ ചോലിന് എന്താ വില? 10 രൂപ. എവിടെന്നാ സുമതിയെ എല്ലാരും കൂടെ? ഇന്ന് കുഞ്ഞിരാമിന്റെ കല്യാണ നിശ്ചയമില്ലായിരുന്നോ? നമ്മുടെ കോൺസ്റ്റബിൾ സുഗണന്റെ പെങ്ങൾ രേഷ്മയായിട്ട്. ഇവിടെ ആരോ പറയുന്ന കേട്ടു. ഞാൻ വിചാരിച്ചു ക്ഷണിക്കുമെന്ന്. ഓ, അങ്ങനെ അധികം ആരും ഒന്നും ക്ഷണിച്ചില്ല. കുഞ്ഞിരാമൻ നാട്ടിലില്ലാത്തതുകൊണ്ടേ ചെറിയ രീതിയിലേ ഉണ്ടായിട്ടുള്ളൂ. അടുത്ത കൊല്ലം അവന് ലീവിന് വരുമ്പോ കല്യാണം നടത്തും. അന്ന് ആദ്യത്തെ കല്യാണക്കൊരു പരമേട്ടനായിക്കോട്ടെ. പിന്നെ പഴയൊരു വെല്ലുവിളിയുടെ കാര്യത്തില് ഇതോടെ ഒരു തീരുമാനമായിട്ടുണ്ടാവും അല്ലേ പരമേട്ട? പിന്നെ ഓ, അതങ്ങ് കേട്ടാ മതി. ചോലു വേണ്ട. സാരമില്ല വാസട്ടോ, നിങ്ങളൊരു കഥ പറഞ്ഞാ ഈ വിഷമെല്ലാം മാറും. ഇങ്ങോട്ട് വാടാ. ചാടല്ലേ ലാലു, ഇങ്ങോട്ട് വാ. ചാടല്ലേ മോനെ. For more updates, like, comment, subscribe to our channel.